Hello മക്കളെ, വെൽക്കം ടു എജുപോൾ. അപ്പോൾ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള DPS സീരീസ് ഡബിൾ പാസ് സീരീസിലാണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 3 ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ്, അതേപോലെ ഇക്വിലിബ്രിയം, ദെൻ റിഡോക്സ് റിയാക്ഷൻസ്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വരുന്ന ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫുൾ മാർക്ക് തന്നെ അടിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഡബിൾ പാസ് ആണെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഉപരിയായിട്ടുള്ള സ്കോർ കിട്ടിട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അതിന്റെ മുന്നേ ആയിട്ടുള്ള കലാപരിപാടി, മക്കളെ ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തീർന്നില്ല, നിങ്ങളുടെ മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എത്തിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് തന്നെയാണ് നമ്മുടെ ആ ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ. സോ നിങ്ങളെ കൂടെ നമ്മളുണ്ട്, കൂടെയുണ്ട് എജുപോഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 3 ചാപ്റ്റേഴ്സ് ആണ്. സോ അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഓക്കെ, തേർഡ് ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിലെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് പറയുന്നു, വാട്ട് ആർ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. മക്കളെ ഒന്നുമില്ലടാ കേട്ടോ, ഒന്നവിടെ. ഇത് തീരെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണാതെങ്കിലും പഠിച്ചു വെക്കുക. അതായത് എസ് ബ്ലോക്ക് ആൻഡ് പി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ദാറ്റ് ഈസ് നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. സോ എസ് ബ്ലോക്ക് എലമെന്റ്സിനെയും പി ബ്ലോക്ക് എലമെന്റ്സിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ്. സെറ്റ് ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് മോഡേൺ പീരിയോഡിക് ലോ. ഞാൻ ഇവിടെ കൊടുത്ത ഈ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ പറഞ്ഞത്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. ഇതാണ് എന്ത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റ് ആണല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ഉള്ള അടുത്ത ക്വസ്റ്റിലേക്ക് അടുക്കാം. ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നുണ്ട്, കോപ്പി ചെയ്ത് മാറിയതാണ്. സോ ദാറ്റ് ഈസ് അറ്റോമിക് മാസ്. ഓക്കെ, സ്റ്റേറ്റ് മെന്റലി പീരിയോഡിക് ലോ. മോഡേൺ പീരിയോഡിക് ലോ പോലെ തന്നെ സുപ്രധാനമായിട്ടുള്ള സംഭവം തന്നെയാണ് മെന്റലി പീരിയോഡിക് ലോ. എന്താ പറഞ്ഞത്? അവിടെ പറഞ്ഞു ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് നമ്പർ എന്ന് ആര് പറഞ്ഞു? മോഡേൺ പറഞ്ഞു. മെന്റലി പറയുന്നു അറ്റോമിക് നമ്പർ മായിച്ചിട്ട് അറ്റോമിക് മാസ് എന്ന് കൊടുത്താൽ എന്തായി നമ്മുടെ മെന്റലി പീരിയോഡിക് ലോ. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. എന്താ കാര്യം? ഒന്ന് കഴിക്കാം, രണ്ട് നമുക്ക് തലയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ആക്കി എടുക്കാം. അങ്ങനെ പണ്ട് പല ആൾക്കാർ പറയാറുണ്ട്. എന്ന പോലെ നിയമം എന്ന പോലെയാണ്, വയറെന്നറിയും, ബാക്കി കാര്യങ്ങൾ സെറ്റ് ആണ്. എന്ന പോലെ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചാൽ മോഡേൺ പീരിയോഡിക് ലോ നമ്മുടെ കയ്യിലുണ്ട്, അതേപോലെ തന്നെ മെന്റലി പീരിയോഡ് നമ്മുടെ കയ്യിലുണ്ട്. സോ സംഭവം സെറ്റ് ആണ്, പവർ ആണ്, ഓക്കെ ആണ്, കാര്യങ്ങൾ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് നമ്പർ. മോഡേൺ പീരിയോഡിക് ലോ. പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് അറ്റോമിക് മാസ് അല്ലെങ്കിൽ അറ്റോമിക് വെയിറ്റ്. ദാറ്റ് ഈസ് മെന്റലി പീരിയോഡിക് ലോ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? മനസ്സിലായോ സാറേ? റെഡി. Then discuss about the merits of mentally periodic table. മെന്റലി പീരിയോഡിക് ടേബിളിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ആദ്യമായിട്ട് മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പോയിന്റ്സ് പഠിച്ചാൽ മതി. ഇത് ആദ്യത്തെ പീരിയോഡിക് ടേബിൾ ആണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ. ക്ലിയർ? ഇതാണ് നമ്മുടെ ആദ്യത്തെ പീരിയോഡിക് ടേബിൾ. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നു elements with same group properties are placed in the same group. ഒരേ പ്രോപ്പർട്ടി ഉള്ള എലമെന്റ്സിനെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ആരൊക്കെയാടാ? നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, അതേപോലെ തന്നെ കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയിട്ടുള്ള എല്ലാ മെറ്റൽസും ഒരേ ഗ്രൂപ്പിൽ വന്നു. ഓക്കെ, അതൊരു എന്താ പറയാ നമ്മുടെ മെറിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വലിയ മെറിറ്റ് ആണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, he corrected the wrongly determined atomic mass of some elements. അതായത് ചില എലിമെന്റ്സിന്റെ അറ്റോമിക് മാസ് തെറ്റായിരുന്നു, അത് അദ്ദേഹം എന്ത് ചെയ്തു, കറക്റ്റ് ആക്കി മാറ്റി. സെറ്റ് അല്ലേ? അതിന്റെ എക്സാമ്പിൾ എന്താ? ബെറിലിയത്തിന്റെ മാസ് എന്താക്കി? 14 നിന്നും 9 ബെറിലിയത്തിന്റെ മാസ് 14 നിന്നും 9 മാറ്റി. സെറ്റ് ആണ്. അവസാനത്തെ പോയിന്റ് പറയുന്നു, അദ്ദേഹം ഭാവിയിൽ ഇനിയും എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തു, ചില സ്ഥലങ്ങൾ ഒഴിച്ചു വിട്ടു. മാത്രമല്ല അവരുടെ പ്രോപ്പർട്ടീസും പ്രെഡിക്റ്റ് ചെയ്തു. അതിന്റെ എക്സാമ്പിൾസ് എക്ക അലൂമിനിയം ആൻഡ് എക്ക സിലിക്കൺ. പവർഫുൾ ആണ്. സോ ഈ ഒരു 4 പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ ആണെന്ന് മനസ്സിലാക്കാം. അതേപോലെ ഒരേ പ്രോപ്പർട്ടി എലമെന്റ്സിനെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ദെൻ അറ്റോമിക് മാസിന്റെ
തെറ്റ ആറ്റം മാസിനെ എന്താക്കി ശരിയാക്കി മാറ്റി ആൻഡ് ഇനിയും എലമെന്റ്സ് കണ്ടുപിടിക്കാണ്ട് പറഞ്ഞു അവിടെ ആ ഒരു സ്ഥലം വിട്ടു. പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ 3 ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. മെന്റലീഫിന്റെ ആ ഒരു മെറിറ്റ് നമ്മൾ പറഞ്ഞു. സെറ്റാണ് സാറേ, നിങ്ങൾ ഓക്കെ ആണല്ലോ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മക്കളെ? കമന്റ് ചെയ്യാൻ മറക്കരുത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, മനസ്സിലാക്കി വെക്കാം. യെസ്, പവർ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ചാടി വീഴുന്നു. Write the characteristics of transition elements. Transition elements ന്റെ characteristics ചെയ്ത മക്കളെ 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. എത്ര പോയിന്റ്സ് പഠിച്ചാൽ മതി? 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, അവസാന ഇലക്ട്രോൺ വരുന്നത് എങ്ങോട്ടാ? പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലിലേക്കാണ്. സോ ദ ലാസ്റ്റ് ഇലക്ട്രോൺ വിൽ എൻറ്റർ ഇൻടു പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നു അത് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ള എലിമെന്റ്സ് ആണ് ആര്? ട്രാൻസിഷൻ മെറ്റൽസ്. ഓക്കെ, മൂന്നാമതായിട്ട് അവരുടെ ജനറൽ ഔട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ n-1 d1 to 10 ns1 to 2 എന്നുള്ള രൂപത്തിലാണ്. സെറ്റാണല്ലോ സാറേ? റെഡിയാണ്. അതേപോലെ പറയുന്നു they all are metals. ഇവരെല്ലാവരും എന്താണ്? മെറ്റൽസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കേസാണ് അല്ലെ. അതേപോലെ they shows variable oxidation state. അവരെന്താണ്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതേപോലെ പറയുന്നു they form colored compounds. അവരെന്താണ്? colored compounds ഫോം ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് they used as catalyst in various chemical reaction. പല വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിലെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മക്കളെ 4 പോയിന്റ്സ് പഠിച്ചാൽ മതി. ഈ 7 പോയിന്റ്സ് പഠിക്കണ്ട, 4 പോയിന്റ്സ് പഠിക്കാം. സിമ്പിൾ 4 പോയിന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കുന്നതായിരിക്കും. സെറ്റാണ്. നമ്മൾ ഇങ്ങനെ തന്നെ ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യും? പോയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കും. സോ നിങ്ങൾ ഡബിൾ പാസ് അല്ല, നിങ്ങൾ ട്രിപ്പിൾ പാസ് ആക്കിയിട്ട് ഫുൾ മാർക്ക് വരെ നമ്മൾ നേടിത്തരാൻ വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ അത് നിങ്ങൾക്ക് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കും. സെറ്റാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു. ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ്സ് വിത്ത് നെയിം അൺ ബൈ ഇയം. മക്കളെ അൺ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് മീനിങ്. വീണ്ടും അൺ എന്ന് പറഞ്ഞാൽ 1 എന്നാണ് മീനിങ്. ബൈ എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. സോ IUM എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു എൻഡിങ്ങിന് വേണ്ടി സോഡിയം പൊട്ടാഷ്യം എന്നൊക്കെ പറഞ്ഞ പോലെ കൊടുക്കുന്നതാണ്. സോ അൺ ബൈ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 112 ആണ്. സോ അതുപോലെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 110ന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ. അൺ ഫസ്റ്റ് 1 അൺ, രണ്ടാമത്തെ 1 അൺ, then 0 എന്ന് പറഞ്ഞാൽ നിൽ, then ലാസ്റ്റ് എന്ത് ചെയ്യുക? ഒരു IUM എടുക്കുക. സോ നില്ലിയം ഈസ് നോൺ ആസ് 1110. അപ്പം നമ്പർ അറ്റോമിക് നമ്പർ എന്ന് പേര് ചോദിക്കാം, പേര് എന്നിട്ട് അറ്റോമിക് നമ്പറും ചോദിക്കാം. സോ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി എടുക്കണം എന്നുള്ളതാണ്. സോ അതിന് ഞാൻ പ്രത്യേകമായി ഒരു ഗുട്ടൻസ് പറഞ്ഞുതരാം. 0ന്റെ പേരാണ് നില്ല്, 1ന്റെ പേര് അണ്ണ്, 2ന്റെ പേര് ബൈ, 3ന്റെ പേര് ട്രൈ, 4ന്റെ പേര് ക്വാഡ്, 5ന്റെ പേര് പെന്റ്, 6ന്റെ പേര് ഹെക്സ്, 7 സെറ്റ്, 8 ഒക്റ്റ്, 9 n. സോ ഇത് പഠിച്ചാൽ ഏതിന്റെ പേരും കൊടുക്കാൻ പറ്റും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു IUM എന്ന് കൊടുക്കുക. പവർഫുൾ പീപ്പിൾസ് കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഓക്കെ, അപ്പൊ നമ്മൾ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പവർഫുൾ പ്ലേസ് ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി. സോ നമ്മൾ അടുത്തേക്ക് വരുന്നു. What are isoelectronic species? Sure question ആണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണാതിരിക്കുന്ന മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ആയിക്കോട്ടെ, ഒരു അയോൺ ആയിക്കോട്ടെ, അതിൽ എന്താണ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ആറ്റംസ് ഓർ അയോൺസ് ഹാവിംഗ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. സോ ഒന്നാമത്തെ ആൻസർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കടാ. Atoms and ions having same number of electrons are called isoelectronic species. മക്കളെ എക്സാമ്പിൾ പഠിക്കടാ. 10 ഇലക്ട്രോൺ ഉള്ള ആൾക്കാർ 10 ഇലക്ട്രോൺ സ്പീഷീസ്. 10 ഇലക്ട്രോൺ സ്പീഷീസ് എന്ന് പറയുമ്പോൾ അവിടെ നിയോൺ ഉണ്ട്, സോഡിയം പ്ലസ് ഉണ്ട്, മഗ്നീഷ്യം 2+ ഉണ്ട്, അലൂമിനിയം 3+ ഉണ്ട്, O2 minus ഉണ്ട്, N3 minus ഉണ്ട്, F minus ഉണ്ട്. These are the examples of 10 electron species or isoelectronic species. മക്കളെ കൃത്യമായിട്ട് പഠിച്ചു നോക്കി. സെറ്റല്ലേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എന്താണ് among എന്താ പറയുന്നത്?
among N3 minus O2 minus F minus Na plus Al3 plus which one has the smallest size? മക്കളെ സിസ്റ്റമാറ്റിക് ആയിട്ട് കേട്ട് വെച്ചോ. സ്മോളസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് കൂടുതലാണ്, പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. സോ നമുക്ക് പറയാൻ വേണ്ടി പറ്റും the cation with greater positive charge will have the smaller radius. പോസിറ്റീവ് ചാർജ് ആർക്കാണോ കൂടുതലുള്ളത് അയാൾക്ക് സൈസ് കുറവായിരിക്കും. കാരണം എന്താണെന്നറിയോ സാറേ? അവിടെ എന്താണെന്നറിയോ? ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. അവിടെ എന്തായിരിക്കും? ഗ്രേറ്റർ 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 എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും. ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും. എന്താ ഈ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്? ന്യൂക്ലിയസും ഔട്ടർ ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. അപ്പോൾ അവിടെ എന്താ പ്രത്യേകത? എന്താ ഇവിടെ ഐസോ പ്ലസ് ചാർജ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് കുറവല്ലേ? സോ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്താണ്? കുറവാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവാവുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സൈസ് എന്തായിരിക്കും? കുറവായിരിക്കും. സോ പോസിറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ചിട്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയും സൈസ് കുറയുകയും ചെയ്യുന്നുണ്ട്. സെറ്റ് ആണോ? സെറ്റ് ആണോ മക്കളെ? ഒന്ന് പറഞ്ഞടാ. സെറ്റ് ആണോ? സെറ്റ് ആണോ? റെഡി ആണോ? യെസ്, പവർ ആണ് അല്ലെ? സെറ്റ് ആണ്, സെറ്റ് ആണ്. എടാ മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? സോ മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോ. ഞാൻ വേണ്ടി എന്ത് ചെയ്യാം? റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എല്ലാവിധ നീക്കങ്ങളും ഞാനിവിടെ അറിയുന്നതായിരിക്കും. സോ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ട. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തോ? കമന്റ് ബോക്സിൽ ആഡ് ചെയ്തോ. സാർ നോക്കിയിട്ട് എന്ത് ചെയ്യാം? അതിന് ആൻസർ പറഞ്ഞുതരാം. യെസ്, സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. അതായത് ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുന്ന സമയത്ത് ഗ്രൂപ്പിൽ താഴോട്ട് വരുന്ന സമയത്ത് അറ്റോമിക് സൈസ് കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. മക്കളെ അറ്റോമിക് സൈസ് കൂടുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്തായിരിക്കും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അറ്റോമിക് സൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. സോ ഇവിടെ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു, അറ്റോമിക് സൈസ് കൂടുന്നു. വേറൊരു കാരണം കൂടിയുണ്ട്. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. ഗ്രൂപ്പിൽ താഴോട്ട് വരുന്ന സമയത്ത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ടും എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നത് കൊണ്ടും മക്കളെ അറ്റോമിക് സൈസ് കൂടുന്നുണ്ട്. സെറ്റ് അല്ലേ? എന്താ ആൻസർ? ആൻസർ എന്താ? ഇത് പഠിച്ചാൽ മതി. ഇത് പഠിക്കട്ടോ. അറ്റോമിക് സൈസ് കൂടുന്നു കാരണം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നുണ്ട്. തീർന്നില്ല, നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നുണ്ട്. എവിടെ? ഗ്യാസ് നമ്മുടെ ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ. പവറാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു. എന്താ ക്വസ്റ്റ്യൻ? എന്താ? അക്കൗണ്ട് ഫോർ ദ ഫോളോയിങ്. ഓക്സിജൻ ഹാസ് ലോവർ അയണൈസേഷൻ എൻതാൽപ്പി ദാൻ നൈട്രജൻ ആൻഡ് ഫ്ലൂറിൻ. ഓക്സിജന് നൈട്രജനേക്കാളും ഫ്ലൂറിനേക്കാളും അയോണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. കാരണം എന്ത് മക്കളെ? വരും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? നൈട്രജന്റെ ഓക്സിജന്റെ കേസ് വരാം. നൈട്രജൻ ആൻഡ് ഓക്സിജന്റെ കേസിലേക്ക് വരാം. സോ നൈട്രജൻ അറ്റോമിക് നമ്പർ 7, ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. ഓക്കെ കേട്ടോ. 1s2 2s2 2p3 1s2 2s2 2p4. എടാ നൈട്രജന്റെ കേസിൽ ഇയാൾ എന്താണ്? ഹാഫ് ഫിൽഡ് ആണ് അല്ലെ? സോ ഹാഫ് ഫിൽഡ് ആയതുകൊണ്ട് തന്നെ ഇയാൾ എന്താണ്? സ്റ്റേബിൾ ആണ്. സോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ നിന്നും ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. അതേസമയം ഇവിടെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഹാഫ് ഫിൽഡ് ആവും. ഓക്കെ, സോ റിമൂവൽ ഓഫ് 1 ഇലക്ട്രോൺ ഗിവ് സ്റ്റെബിലിറ്റി അല്ലെ? സോ വി ക്യാൻ സേ ദാറ്റ്. അതിനർത്ഥം എന്താ? സോ അയോണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കുറവായിരിക്കും. സെറ്റാണ്. സോ നൈട്രജന്റെ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് നൈട്രജന്റെ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. പക്ഷെ ഓക്സിജൻ എന്താണ്? കമ്പാരിറ്റീവ്ലി കുറവാണ്. കാരണം ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവും. അപ്പൊ അത് പെട്ടെന്ന് ഇലക്ട്രോണിനെ കൊടുക്കാൻ തയ്യാറാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നൈട്രജൻ കഴിഞ്ഞാൽ പിന്നെ ഓക്സിജനും ഫ്ലൂറിനും ആണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഇത്രേ ഉള്ളൂ. ഫ്ലൂറിൻ ഈസ് സ്മോളർ ദാൻ ഓക്സിജൻ. സോ ഫ്ലൂറിൻ ഹാസ് high effective nuclear charge. So atomic size decreases. Clear? Atomic size decreases. Okay. അപ്പൊ അറ്റോമിക് സൈസ് അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. തീർന്നിട്ടില്ല. അതേപോലെ തന്നെ അയോണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും, അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ്
ഓക്സിജൻ ലെസ് ദാൻ ഫ്ലൂറിൻ അല്ലെങ്കിൽ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ. സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫ്ലൂറിന്റെ കേസിൽ സൈസ് കുറവാണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കും. സെറ്റാണ്. അപ്പൊ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി? ഒരു എലമെന്റിന്റെ അവസാന ഷെല്ലിൽ നിന്നും ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ, ഷെല്ലിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന എനർജിയാണ് എന്ത്? ആ ഹീറ്റ് ചേഞ്ചിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വിളിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ദ ഹീറ്റ് ചേഞ്ച് വെൻ an electron is added to the outermost shell of an isolated gaseous atom. ഒരു ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹീറ്റ് ചേഞ്ച് ആണ്. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ക്ലോറിൻ ഹാസ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ. എക്സ്പ്ലെയിൻ. മക്കളെ ഒന്നുമില്ല, ഫ്ലൂറിന്റെ കേസിൽ അറ്റോമിക് നമ്പർ 9 ക്ലോറിന്റെ കേസിൽ 17 ആണ്. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത് നോക്കാം നമുക്ക്. 2,7 ആണ്, 2,8,7 ആണ്. ഓക്കെ, സോ ഇവിടെ 2 ഷെല്ലുകളേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഇലക്ട്രോൺ റിപ്പൾഷൻ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇലക്ട്രോൺ റിപ്പൾഷൻ മാക്സിമം. അതേപോലെ ഇവിടെ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുകളുണ്ട്. സോ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്താടാ? ഇലക്ട്രോൺ റിപ്പൾഷൻ എന്താടാ? മിനിമം ആണ്. ഓക്കെ, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇലക്ട്രോൺ റിപ്പൾഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ഫ്ലൂറിന്റെ കേസിൽ അവിടെ സ്ഥലം വളരെ കുറവാണ്, അപ്പോൾ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുതൽ, അപ്പൊ ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? ലെസ് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ക്ലോറിൻ എന്താണ്? 3 ഷെല്ലുകളുണ്ട്, വലിയ ഷെല്ലാണ്, ഇലക്ട്രോൺ റിപ്പൾഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണ്. സോ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. ഇൻ ദ കേസ് ഓഫ് ഫ്ലൂറിൻ, electron repulsion is maximum, so electron gain enthalpy is less negative. But in the case of chlorine, it is minimum, so electron gain enthalpy is high negative. Set. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് പകരമായിട്ട് ഇങ്ങനെയും പറയാറുണ്ട്, ഇലക്ട്രോൺ അഫിനിറ്റി എന്നും പറയാറുണ്ട്. അപ്പൊ അവനോട് എന്ത് ചെയ്യുക? നോക്കി ചെയ്ത് വെക്കുക. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമ്മൾ വിളിക്കുക ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടാവുക. യെസ്, സെറ്റാണ്. കുഴപ്പമുണ്ടോ? റെഡിയാണ് മക്കളെ? കൃത്യമായിട്ട് പഠിക്കണേ. Then നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു. ഡിഫൈൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? കോവാലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഓരോരോ എലമെന്റ്സിന്റെ അബിലിറ്റി ആണ് എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ദി അബിലിറ്റി ഓഫ് an atom to attract the shared pair of electrons in a covalent bond. കോവാലന്റ് ബോണ്ടഡ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഓരോ ആറ്റത്തിന്റെ അബിലിറ്റി നമ്മൾ എന്ത് വിളിക്കുക? That is we set electronegativity. റെഡിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എനി വൺ ഓഫ് ദി സ്കെയിൽ ടു റെപ്രസെന്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. മക്കളെ സിമ്പിൾ ആണ്. പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ. പോളിങ്സിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ആണ്. Then which is the most electronegative element in the periodic table? ആരാടാ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള? ആരാടാ? ഫ്ലൂറിൻ. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? യെസ്, സിമ്പിൾ ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കടക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ. മനസ്സിലായോ സാറേ? മനസ്സിലായോ? നമ്മൾ ചാപ്റ്ററിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. റെഡി? ഐഡന്റിഫൈ ദ പൊസിഷൻസ് ഓഫ് അലൂമിനിയം ആൻഡ് സൾഫർ ഇൻ ദ പീരിയോഡിക് ടേബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. predict the formula of the compound formed between them. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സൾഫറിന്റെ അതേപോലെ ഫോസ്ഫറസിന്റെ പീരിയഡും ഗ്രൂപ്പും, അതാണല്ലോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ആദ്യം നമ്മൾ അലൂമിനിയം 13, അതേപോലെ സൾഫർ 16. So 2,8,3. ഓക്കെ, ഇവിടെ അതല്ല വേണ്ടത്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അതൊന്നും എളുപ്പം. 1s2 2s2 2p6 3s2 3p1. ഇവിടെ 1s2 2s2 2p6 3s2 3p4. ഓക്കെ, സോ മക്കളെ ഇവിടെ നോക്കേ, അണ്ടർലൈൻ 3p1 അതേപോലെ 3p4. സോ നമുക്ക് അലൂമിനിയം ഉണ്ട്, അതേപോലെ സൾഫർ ഉണ്ട്. ഇയാളുടെ ഗ്രൂപ്പ്, ഇയാളുടെ പീരിയഡ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സോ അലൂമിനിയം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. പിയിലുള്ള ഇലക്ട്രോൺസിനോട് 12 ആഡ് ചെയ്യാം. പി ബ്ലോക്ക് ആണെങ്കിൽ അവസാന ഇലക്ട്രോൺ പി ആയതുകൊണ്ട് പി ബ്ലോക്ക് ആണ്. എസ് ബ്ലോക്ക് ആണെങ്കിൽ എസ് ഉള്ള ഇലക്ട്രോൺസ് തന്നെ 1 or 2. ഡി ബ്ലോക്ക് ആണെങ്കിൽ ഔട്ടർ ഡി, അതായത് ഇന്നർ ഡിയിലെയും ഔട്ടർ എസിലെയും ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം.
ഓക്കെ, സോ ഗ്രൂപ്പ് വൈസ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ 3p1 ആണ് അലൂമിനിയത്തിന്റെ കേസ്. സോ 1 + 12 = 13 ഈസ് ദി ആൻസർ. ഓക്കെ, അതേസമയം സൾഫറിന്റെ കേസിൽ 4 ആണ്. സോ 4 + 12 = 16 ആണ് ഗ്രൂപ്പ്. പീരിയഡിലേക്ക് വരുമ്പോൾ രണ്ടിനെയും സെൽ നമ്പർ ഹയസ്റ്റ് സെൽ നമ്പർ 3 ആണ്. സോ പീരിയഡ് 3. സോ അലൂമിനിയം എന്ന് പറഞ്ഞാൽ 13th ഗ്രൂപ്പ്, 3rd പീരിയഡ്. സൾഫർ എന്ന് പറഞ്ഞാൽ 16th ഗ്രൂപ്പ്, അതേപോലെ തന്നെ 3rd പീരിയഡ്. ഓക്കെ, സോ ദിസ് ഈസ് റെപ്രസെന്റിംഗ് ഗ്രൂപ്പ്, ദിസ് ഈസ് റെപ്രസെന്റിംഗ് പീരിയഡ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ കെമിക്കൽ ഫോർമുല കിട്ടണം. സോ കെമിക്കൽ ഫോർമുല കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. എങ്ങനെ എഴുതാം? അലൂമിനിയം 13, സൾഫർ 16, 2,8,3, 2,8,6. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? അലൂമിനിയത്തിന്റെ വാലൻസി. സോ അലൂമിനിയത്തിന്റെ വാലൻസി 3 ആണ്. സോ ഇറ്റ് ഈസ് അലൂമിനിയം 3+, കാരണം ഔട്ടർ ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് അല്ലേ. സോ 3 അവസാന ഷെല്ലില് ഔട്ടർ ഷെല്ലില് <4 ആണെങ്കിൽ ദാറ്റ് നമ്പർ ഈസ് ദി എന്ത് നമ്മുടെ ആ ഒരു വാലൻസി. ഓക്കെ, സോ ആ ഒരു <4 ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യാം. സോ പ്ലസ് ചാർജ് ആണ് കിട്ടുക. സോ +3 ആയിരിക്കും. അതേപോലെ സൾഫറിന്റെ കേസിൽ >4 ആയതുകൊണ്ട് 8ൽ നിന്നും ആ ഔട്ടർ ഷെല്ലിൽ ഇലക്ട്രോൺസ് കുറച്ചാൽ കിട്ടുന്നതാണ് എന്ത്? വാലൻസി. അവർ ഇലക്ട്രോൺ കൊടുത്തിട്ട് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. സോറി, വാങ്ങിയിട്ട് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും. സോ ഇവിടെ സൾഫറിന്റെ ചാർജ് 2- ആണ്. സോ ആദ്യം നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതാൻ വേണ്ടി ആദ്യം പോസിറ്റീവ് ചാർജിനെ കൊടുത്തു Al3+. ദെൻ നമ്മൾ എന്ത്? സൾഫറിനെ കൊടുത്തു 2-. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി വിൽ ഗെറ്റ് Al2H3. എന്താ കിട്ടുക? Al2H3 is the chemical formula. Powerful. ഇത് നമ്മുടെ അവസാന ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. Which is the oxide among acidic oxide among the following? ഇതില് acidic oxide ആരാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ മക്കളെ, acidic oxide എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു നോൺ മെറ്റലിന്റെ ഓക്സൈഡ് ആയിരിക്കും. നോൺ മെറ്റാലിക് ഓക്സൈഡ് ആണ്. സോ ഇവിടെ നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആരൊക്കെ നമുക്ക് നോക്കാം. നോൺ മെറ്റാലിക് ഓക്സൈഡ് Cl2O7 ഉണ്ട്, CO ഉണ്ട്. ഇവിടെ CO-ന്റെ പ്രത്യേകത ഇതൊരു ന്യൂട്രൽ ഓക്സൈഡ് ആണ്. എന്താണ്? ന്യൂട്രൽ ഓക്സൈഡ് ആണ്. സോ അവന് ആസിഡിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? Cl2O7 ആണ്. സോ ഇയാൾ എന്തായിരിക്കും? ആംഫോട്രിക് ആട്ടോ. അത് പഠിച്ചു വെച്ചോ. ഇയാൾ എന്താണ്? ആംഫോട്രിക് ആണ്. ഇയാൾ എന്താണ്? ബേസിക് ഓക്സൈഡ്. സോ നമ്മുടെ 3rd ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ആവാണ്. ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മക്കളെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റും. നമ്മൾ ആ നോട്ട്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഈ നോട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കിട്ടുന്നതാണ്. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. നോട്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. സെറ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ സെറ്റ് അല്ലേ? അവിടെ ഇല്ലേ? റെഡിയാണ്. അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. ചാപ്റ്റർ 6 ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മൾ കടക്കാണ്. സോ ഇക്വിലിബ്രിയത്തിൽ എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതാൻ വേണ്ടി തന്നെയാണ്. സോ റൈറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് Kc ഓഫ് ദി ഫോളോയിങ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സോ ഈ ഒരു കേസിൽ Kc എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? Kc ചെയ്താൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. ഇവിടെ ഉള്ള ആളെടുക്കുക. ഓക്കെ, സോ Kc = ആദ്യം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അയാളെ നമ്മൾ കൊടുത്തു, NS നമ്മൾ കൊടുത്തു. NSന്റെ ഈ നമ്പർ നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ പവർ ആയിട്ട് എഴുതി ഡിവൈഡഡ് ബൈ. ഇനി അടുത്തത് എന്താ? ഇവിടെ N2 ഉണ്ട് അല്ലെ? അടുത്ത സ്ക്വയർ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുക? N2 എഴുതാം. അതേപോലെ അടുത്ത സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? H2 എഴുതാം. H2ന്റെ മുന്നിൽ 3 ഉള്ളത് കൊണ്ട് ആ 3 കൊടുക്കുക. സോ ദിസ് എക്സ്പ്രഷൻ ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. എന്താ വിളിക്കുക? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. സെറ്റ് അല്ലേ? റെഡി. അതേപോലെ തന്നെ നമ്മുടെ അടുത്തത് H2 + I2 gives 2H ആണ്. സോ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റും Kc = ആദ്യം നമ്മൾ പ്രൊഡക്റ്റ് ചെയ്താ ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തു. സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ HI എന്ന് കൊടുത്തു. ഇവിടെ നമ്പർ 2 ആണ്. സോ HI സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടെ ഉണ്ട് എന്തുണ്ട്? H2 ഉണ്ട്. നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പവർ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ എന്തുണ്ട്? I2, H2 into I2. So this is expression Kc. മക്കളെ സിമ്പിൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രൊഡക്റ്റിനെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, നമ്പർ പവർ ആക്കി കൊടുക്കുക, ഡിവൈഡഡ് ബൈ റിയാക്ടന്റുകളെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, അതിന് നമ്പേഴ്സ് നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യുക? പവർ ആക്കി കൊടുക്കുക. ഈ എക്സ്പ്രഷൻ എന്ന് വിളിക്കുക ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചെടുത്തു. സെറ്റ് അല്ലേ? റെഡി അല്ലേ? 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പാട്ടോ. 1 മാർക്കിന്റെ ഏതെങ്കിലും ഒന്ന് ചോദിക്കുള്ളൂ, 2 കൂടി ചോദിക്കാറില്ല. ഓക്കെ. അതുപോലെ വാട്ടർ പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? അവരെങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കാം. The next, for the equilibrium 2NOCl gives 2NO plus Cl2. Give the relation between Kp and Kc. ഈ ഇക്വിലിബ്രിയത്തിലെ Kp യും Kc തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇതാണ് പറഞ്ഞത്. ഓക്കെ, നമുക്കറിയാം Kp = Kc × RT raised to delta n എന്നാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ.
ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എൻ ആണ്. ഡെൽറ്റ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് പ്രൊഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് റിയാക്ടന്റ്. അപ്പൊ ഗ്യാസുകളെ മാത്രം നോക്കിയാൽ മതി. സോ ഇയാൾ ഗ്യാസ് ആണ്, ഇയാൾ ഗ്യാസ് ആണ്, എല്ലാവരും ഗ്യാസ് ആണ്. സോ ഇവിടെ പ്രൊഡക്റ്റിന്റെ സൈഡിൽ 2+1 3 മോൾ ഉണ്ട്, റിയാക്ടന്റ് സൈഡിൽ 2 മോൾ. കണ്ടോ, 2ഉം 1ഉം 3. ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 3 മോൾസ് ഉണ്ട്. ഇവിടെ എത്ര മോൾസ് ഉണ്ട്? 2 മോൾസ് ഉള്ളൂ. സോ 3 - 2 = 1. അപ്പൊ ഡെൽറ്റ എൻ 1 എന്ന് കിട്ടി. സോ ദ റിലേഷൻ ബിറ്റ്വീൻ കെ പി ആൻഡ് കെ സി എന്താ മക്കളെ? കെ പി is equal to kc into RT raised to 1. This is the expression of relation between kp and kc of ഈ ഒരു ഇക്വേഷൻ. റെഡി? സോ ഇക്വേഷൻ എഴുതാ, ഡെൽറ്റ എൻ കണ്ടുപിടിക്കാം. സോ ഇവിടെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പൊ ആറിന്റെ വാല്യൂസും കാര്യങ്ങളും കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആറിന്റെ വാല്യൂ നമ്മൾ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ എന്നാണ് പറയുന്നത്. അതേപോലെ ടെമ്പറേച്ചർ ക്വസ്റ്റ്യൻ തരും. സോ നമുക്ക് അത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. റെഡി? സോ ആ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ 2 ക്വസ്റ്റ്യൻ സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ ആണോ? മനസ്സിലായോ? സോറി, മനസ്സിലാകുന്നുണ്ടോ വല്ലതും? ഓക്കെ, എടാ പഠിക്കണം കേട്ടോ. ഇത് പഠിച്ചാൽ സെറ്റാണ്. നമുക്ക് ഇനി ദിവസങ്ങളൊന്നുമില്ല, തിങ്കളാഴ്ച എക്സാം ആണ്. പവറാക്കണം നമുക്ക്. സെറ്റ് അല്ലേ? യെസ്. എടാ ഒന്ന് ഉഷാറാവടാ. റെഡി? ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. എവിടെ എന്തെന്നാണ്? Examine the chemical equilibrium. Write the expression for equilibrium constant Kc. Okay, ആദ്യം നമുക്ക് അതങ്ങോട്ട് എഴുതിക്കളാം. Kc നിങ്ങൾ പറയൂലേ എന്താണ്? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? സ്ക്വയർ ബ്രാക്കറ്റിൽ NO, അതിന്റെ അവിടെ 4 ഉണ്ട് അല്ലേ? അതേപോലെ അടുത്ത എന്താ? വാട്ടർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട, വാട്ടർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തത് ഡിവൈഡഡ് ബൈ NH3 raised to 4 into O2 raised to 5. വാട്ടർ നമ്മൾ കൊടുക്കുന്നില്ല, കാരണം അതിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഓഫ് Kc. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഹാപ്പൻസ് Kc ഇഫ് ദ ബാലൻസ് ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ത്രൂ ഔട്ട് ദ ഫാക്ടർ ബൈ 2. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് A gives B എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണെങ്കിൽ Na gives Nb എന്ന് പറഞ്ഞ ആ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc raised to n ആണ്. അപ്പോൾ നമ്മൾ ഒരു കെമിക്കൽ ഇക്വേഷനെ ടോട്ടൽ ആയിട്ട് ഒരു നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ത് ചെയ്യണം? അതിന്റെ പവർ, ആ ഒരു നമ്പറിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പവർ ആയിട്ട് കൊടുക്കണം എന്നുള്ള. സോ നമ്മളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് Kc ഡാഷ് is equal എങ്കിൽ Kc ഡാഷ് is equal to Kc സ്ക്വയർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Kc raised to 2, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ Kc raised to 3 എന്നുള്ള രൂപത്തിലായിരിക്കും മാറുന്നുണ്ടാവുക ഇക്വേഷൻ മൾട്ടിപ്ലൈ ആണെങ്കിൽ. സെറ്റ് അല്ലേ? റെഡിയാണ്. ദെൻ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ B gives A എന്നുള്ള റിയാക്ഷൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ 1/Kc ആയിരിക്കും. റെസിപ്രോക്കൽ ആണ്. ഫോർവേഡ് റിയാക്ഷൻ Kc ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എന്തായിരിക്കും? 1/Kc ആയിരിക്കും. ഓക്കെ, പഠിക്കട്ടോ. ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവാം. ഇതിന് അടുത്തൊരു ക്വസ്റ്റ്യനിൽ പറയുന്നു predict the effect of change in pressure and temperature in the following reaction at equilibrium. ഇക്വിലിബ്രിയത്തിലെ എഫക്റ്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 2 സെക്ഷൻ ആക്കി മാറ്റാം. ആദ്യം നമ്മൾ പ്രഷറിന്റെ കാര്യങ്ങൾ പറയുന്നു, രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചറിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. മക്കളെ, നമുക്ക് അറിയാവുന്ന കാര്യമുണ്ട്, പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന സൈഡിലേക്കുള്ള റിയാക്ഷൻ ഫാസ്റ്റ് ആവും. പ്രഷർ കുറച്ച് കഴിഞ്ഞാലോ നമ്പർ ഓഫ് മോൾസ് കൂടുതൽ സൈഡിലേക്കുള്ള റിയാക്ഷൻ ഫാസ്റ്റ് ആവും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഇവിടെ 1ഉം 3ഉം 4 മോൾ ഉണ്ട് റിയാക്ടന്റ് സൈഡിൽ, പ്രൊഡക്റ്റ് സൈഡിൽ 2 മോൾ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറയാന്ന് പറയുമ്പോൾ 4 മോള് 2 മോൾ ആയിട്ട് മാറാണ് എന്ന് പറഞ്ഞാൽ റിയാക്ടൻസ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുക എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർവേഡ് ഡയറക്ഷൻ ആണ്. അതേപോലെ നമ്പർ ഓഫ് മോൾസ് കൂടെന്ന് പറയുമ്പോൾ 2 4 ഏതായിരിക്കും? ബാക്ക്വേർഡ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു ഇക്വേഷൻ കിട്ടിയാലും നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് എങ്ങോട്ടാണ്, കൂടുന്നത് എങ്ങോട്ടാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക, പ്രശ്നമൊന്നുമില്ല. നമ്പേഴ്സ് മനസ്സിലാക്കിയാൽ മതി. 4 to 2 കുറഞ്ഞു, ഫോർവേഡ് ആണ്. ഇവിടെ 2 to 4 കൂടി, അതെന്താണ്? ബാക്ക്വേർഡ് ആണ്. അത് മനസ്സിലാക്കി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് കണ്ടീഷൻ, പ്രഷർ കൂട്ടി, പ്രഷർ ഇൻക്രീസ്ഡ്. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ്, കാരണം നമ്പർ ഓഫ് മോൾസ് കുറയുന്നുണ്ട്. അതേപോലെ ഞാൻ പ്രഷർ കുറച്ചാൽ എന്താ സംഭവിക്കുക? നമ്പർ ഓഫ് മോൾസ് കൂടുന്നോർത്തേക്കെന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താവുന്നുണ്ട്? increases. Rate of backward reaction increases. Ready? ടെമ്പറേച്ചറിന്റെ കേസിൽ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക്കിന്റെ റേറ്റ് കൂടും, ടെമ്പറേച്ചർ കുറച്ചാലോ എക്സോതെർമിക്കിന്റെ റേറ്റ് കൂടും. അപ്പൊ എപ്പോഴും നമ്മൾ നോക്കേണ്ടത്
ഫോർവേഡ് റിയാക്ഷൻ എൻഡോ ആണോ എക്സോ ആണോ എന്നാണ്. ഓക്കെ, സോ ഫോർവേഡ് റിയാക്ഷൻ എൻഡോ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഫോർവേഡ് റിയാക്ഷൻ എക്സോ ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഡെൽറ്റ എച്ചിന്റെ വാല്യൂ എത്ര? നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഹിയർ ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോ. സോ എക്സോ ആരാണ്? ഫോർവേഡ് ആണ്. അപ്പൊ എൻഡോ ആരായിരിക്കും? ബാക്ക്വേർഡ് ആയിരിക്കും, നേരെ റിവേഴ്സ്. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടീഷൻ കൊടുക്കാണ്, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എൻഡോതെർമിക് റിയാക്ഷൻ കൂടും. ഇവിടെ ആരാ എൻഡോതെർമിക്? ബാക്ക്വേർഡ്. സോ we can say that rate of backward reaction increases. Rate of backward reaction increases. അപ്പൊ ടെമ്പറേച്ചർ കുറച്ചാൽ എന്താ മക്കളെ സംഭവിക്കുക? ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് സാറേ ഒന്ന് പറയണ്ട കേട്ടോ. എന്താണ്? റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ്. അപ്പൊ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസിലേക്കും, ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്കിലേക്കുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്കളെ സെറ്റ് ആക്കി വെക്കുക. അപ്പൊ എപ്പോഴും ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, കൂടിയ ഡയറക്ഷനും കുറഞ്ഞ ഡയറക്ഷനും. എപ്പം? പ്രഷറിന്റെ കേസിൽ. ഇനി നമ്പർ ഓഫ് മോൾസ് രണ്ട് സൈഡിലും ഈക്വൽ ആണെങ്കിലോ പ്രഷറിന് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. ടെമ്പറേച്ചറിന്റെ കേസിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണോ ഫോർവേഡ് റിയാക്ഷൻ എക്സോ, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണോ ഫോർവേഡ് റിയാക്ഷൻ എൻഡോ. എക്സോ എൻഡോ മനസ്സിലാക്കുക. സെറ്റ് ആണ്, റെഡി. ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. റൈറ്റ് അരീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം. സോ അരീനിയസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H പ്ലസ് ഡോണർ ഇൻ അക്വസ് സൊല്യൂഷൻ. എന്താണ്? അക്വസ് സൊല്യൂഷനിൽ H പ്ലസ് ഡോണർ ആണെന്ത്? ആസിഡ്. അതേപോലെ ബേസ് എന്താ? അക്വസ് സൊല്യൂഷനിൽ തന്നെ OH മൈനസ് ഡോണറിനാണ് എന്ത് വിളിക്കുക? ബേസ്. So base is a substance which donate or furnish OH minus in aqueous solution. A acid which donate or furnish H plus ion in aqueous solution. Yes, set ആണ്, ready ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വളരെ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റ് ബേസ് ഓഫ് ദി ഫോളോയിങ്. മക്കളെ ഇക്വേഷൻ പഠിച്ചോ. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് പ്ലസ് എച്ച് പ്ലസ്, തന്നതിലേക്ക് എച്ച് പ്ലസ് കൂട്ടിയാൽ കോൺജുഗേറ്റ് ആസിഡ്. അതേപോലെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ തന്നതിൽ നിന്നും എച്ച് പ്ലസിനെ കുറച്ചാൽ കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, അപ്പൊ എന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സബ്സ്റ്റൻസ് ഇവിടെ കൊടുക്കുന്നു. കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുമ്പോൾ പ്ലസ് എച്ച് പ്ലസ് ആണ്, കോൺജുഗേറ്റ് ബേസ് എന്ന് പറഞ്ഞാൽ മൈനസ് എച്ച് പ്ലസ് ആണ്. മക്കളെ കണ്ടോ, വെരി സിമ്പിൾ ആണ്. ആദ്യം ഞാൻ കൊടുക്കുന്നു H2O. H2Oയിലേക്ക് എച്ച് പ്ലസ് ചേർത്താൽ കിട്ടും എന്താ മക്കളെ കിട്ടുക? H3O പ്ലസ്. അതാണ് കോൺജുഗേറ്റ് ആസിഡ്. H2Oയിൽ നിന്നും എച്ച് പ്ലസ് പോക്കിയാൽ കിട്ടും OH മൈനസ്. സാറേ സെറ്റ് ആണ്. അപ്പൊ തന്നതിലേക്ക് എച്ച് പ്ലസ് ചേർത്താൽ കോൺജുഗേറ്റ് ആസിഡും, തന്നതിൽ നിന്നും എച്ച് പ്ലസിനെ വിട്ടാൽ കോൺജുഗേറ്റ് ബേസും. വെരി സിമ്പിൾ കൺസെപ്റ്റ് ആണ് മക്കളെ. പഠിച്ചു വെക്കടാ. രണ്ടാമത്തെ ആരാടാ? നമ്മുടെ NH3 ആണ് അല്ലെ. സോ തന്നതിലേക്ക് എച്ച് പ്ലസിനെ ചേർത്താൽ NH3ലേക്ക് എച്ച് പ്ലസ് വന്നാൽ NH4 പ്ലസ്. യെസ്, വെരി ഗുഡ്, NH4 പ്ലസ് ആണ്. അതേപോലെ അതിന് H2 പ്ലസ് ഒഴിവാക്കിയാലോ NH2 ആവും, പ്ലസ് കൂടി പോയാൽ മൈനസ് ചാർജ്. യെസ്, നമ്മൾ സെറ്റ് ആക്കിയില്ലേ, പവർ ആക്കി. പഠിച്ചു നോക്കട്ടോ. ദെൻ അടുത്തായിട്ട് പറയുന്നു, മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു, തേർഡ് ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു. Give the Lewis concept of acids and base with a suitable examples. So ഇവിടെ ലൂയിസ് ആസിഡ് നമുക്ക് വരാനുണ്ട്, അതേപോലെ ലൂയിസ് ബേസ് വരാനുണ്ട്. സോ മക്കളെ ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആണ് സാറേ. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ നമ്മൾ എന്ത് വിളിക്കുക? ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നുണ്ടാവുക. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. ഓൾ കാറ്റയോൺസ്, എല്ലാ പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരും എന്താ? ലൂയിസ് ആസിഡ്സ് ആണ്. അതേപോലെ BF3, BCl3, AlCl3 എക്സെട്ര. അതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പഠിച്ച് വെച്ചോ സാറേ. എക്സാമിന് കാണാം. അതേപോലെ ലൂയിസ് ബേസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഓൾ ആനിയോൺസ്, എല്ലാ നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരും ലൂയിസ് ബേസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ NH3 ഒരു ലൂയിസ് ബേസ് ആണ്. സോ അവരുടെ പ്രത്യേകത ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആയിരിക്കും. സോ ലൂയിസ് ബേസസ് ആർ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആൻഡ് ലൂയിസ് ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. എന്താ മക്കളെ? ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ്. സെറ്റാണോ സാറേ? മനസ്സിലായോ സാറേ? യെസ്, സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ ജയിലർ ഇറങ്ങിയതിന് ശേഷം ഈ മനസ്സിലാന്നുള്ളത് ഇപ്പൊ ഭയങ്കര ഒരു സംഭവമാണ്. എവിടെ പോയി പറയാണെങ്കിലും ഭയങ്കര കൈയടിച്ചോ, ഒരിക്കലും കൈയടിക്കാതിരിക്കേണ്ട.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ഡിഫൈൻ ദ ടേം pH. ഓക്കെ മക്കളെ, pH എന്ന് പറഞ്ഞാൽ pH is equal to minus log concentration of H plus. It is the negative logarithm of H plus ion concentration. മക്കളെ അവിടെ എഴുതി വെക്കടാ, നെഗറ്റീവ് ലോഗരിതം ഓഫ് H plus ion concentration is known as pH. എന്താ വിളിക്കുക? pH എന്നാണ് വിളിക്കുന്നുണ്ടാവുക. അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് the concentration of H plus ion in a soft drink, നമ്മുടെ 7up ലെ H plus ion ന്റെ concentration 3 × 10⁻12 ആണെന്ന് വിചാരിക്കുക. കാൽക്കുലേറ്റ് ദ pH. മക്കളെ pH ന്റെ ഇക്വേഷൻ എന്താണ്? pH is equal to negative log concentration of H plus അല്ലേ? ഇവിടെ നമുക്കറിയാം concentration of H plus എന്താടാ? 3 × 10⁻12 മോളാർ അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? pH is equal to minus log 3 × 10⁻12 എന്ന് കിട്ടും. സോ ഇതിന്റെ ആൻസർ വരുന്നത് 2.52 എന്നാണ് കിട്ടുന്നുണ്ടാവുക. സോ whether the solution is acidic or basic എന്ന് ചോദിക്കുന്നുണ്ട്. pH less than 7 ആണെങ്കിൽ acidic ആണ്. pH equal to 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. pH greater than 7 ആണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കൂടാ? ബേസിക്. സോ ഇവിടെ എന്തായിരിക്കൂടാ? pH less than 7 അല്ലേ? this is less than 7, so the nature is acidic. എന്താണ്? acidic ആണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു. വാട്ട് ആർ ബഫർ സൊല്യൂഷൻ? മക്കളെ ബഫർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ദീസ് ആർ സൊല്യൂഷൻസ് വിച്ച് ക്യാൻ റെസിസ്റ്റ് ദ ചേഞ്ച് ഇൻ pH ഓൺ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ്, ആൽക്കലി ഓർ ഓൺ ഡയലൂഷൻ. നമ്മൾ ഒരു സബ്സ്റ്റൻസിലേക്ക് ആസിഡ് ചേർത്താലും ആൽക്കലി ചേർത്താലും കുറച്ച് വെള്ളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്താലും അതിന്റെ pH മാറുന്നില്ലെങ്കിൽ, അതിനെ തടയുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നവരാണ് എന്ത്? ബഫർ സൊല്യൂഷൻ. മക്കളെ എക്സാമ്പിൾസിലേക്ക് നമ്മൾ കടക്കുന്നു. എക്സാമ്പിൾസ്: ബ്ലഡ് ഒരു ബഫർ ആണ്. അതേപോലെ NH4 OH ഉം അതേപോലെ തന്നെ NH4 Cl ന്റെയും മിക്സർ ഒരു ബഫറാണ്. ദാറ്റ് ഈസ് ബേസിക് ബഫർ ആണ്. എന്താണ്? ബേസിക് ബഫർ ആണ്. അതേപോലെ അസിഡിക് ബഫർ ഒരു എക്സാമ്പിൾ ആണ്. അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ എന്താ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ആണ്. സോ അസിഡിക് ബഫറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡും അതേപോലെ തന്നെ സോഡിയം അസറ്റേറ്റും. എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. രണ്ട് കാര്യങ്ങൾ. അടുത്തൊരു കോമൺ അയോൺ എഫക്റ്റിലും ഇതേ സാധനങ്ങൾ വരുന്നുണ്ട്. സോ ദിസ് ഈസ് നോൺ ആസ് ബഫർ സൊല്യൂഷൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ മോഡലിനും പബ്ലിക്കിനടക്കം 6-7 തവണ ചോദിച്ച ചോദ്യമാണ്. പഠിക്കൂലേ? പഠിക്കണം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു. ദ ഡിസോസിയേഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് സപ്രസ്ഡ് ബൈ ദി അഡീഷൻ ഓഫ് NH4Cl. നെയിം ദി പ്രിൻസിപ്പിൾ അപ്ലൈഡ് ഹിയർ. ദാറ്റ് ഈസ് ദി കോമൺ അയോൺ എഫക്ട്. എന്താ വിളിക്കുക? കോമൺ അയോൺ എഫക്ട്. കോമൺ അയോൺ എഫക്ട്. മക്കളെ ഇതും പഠിക്കണേ. ഇതും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. What is common ion effect? മക്കളെ പഠിക്കടാ. The suppression of dissociation of a weak electrolyte by the addition of a strong electrolyte having common ion. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നു മക്കളെ, ഇതാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ അയോണൈസേഷൻ എങ്ങനെയാടാ? NH4+ അതേപോലെ OH- ആണ്. ഇതിലേക്ക് ഞാൻ അമോണിയം ക്ലോറൈഡ് ചേർക്കുമ്പോൾ അതും അയണൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? NH4+ Cl- ആണ്. സോ ദ കോൺസെൻട്രേഷൻ ഓഫ് NH4+ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എന്താവുന്നുണ്ട്? കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്നാണ് ആര് പറഞ്ഞത്? ലേഷൽ പ്രിൻസിപ്പിൾ പറഞ്ഞത്. റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോസിയേഷൻ ഈസ് സപ്രസ്ഡ്. അപ്പൊ ഇവിടെ ഇയാളുടെ NH4+ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അവിടെ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ റേറ്റ് ആണ് കൂടുക. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ആണ്, കൂടിച്ചേരാണ്, ഈ ഒരു അയോൺസ് ആയിട്ട് മാറല്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് സപ്രഷൻ ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ബൈ ദി അഡിഷൻ ഓഫ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഹാവിംഗ് കോമൺ അയോൺ. സെറ്റല്ലേ? റെഡിയാണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കടക്കുന്നു. മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. The solubility of magnesium hydroxide at 298 Kelvin is 1.5 × 10⁻⁴. Calculate the solubility product. മക്കളെ നോക്കടാ, MgOH ന്റെ ഇക്വേഷൻ, അയോണൈസേഷൻ ഇക്വേഷൻ അത് നമുക്ക് നോക്കാം. Mg2+ അതേപോലെ 2OH- ആണ്. ഇത് S ആണ് കോൺസെൻട്രേഷൻ എങ്കിൽ ഇയാളും S ആയിരിക്കും, ഇയാൾ 2S ആയിരിക്കും. ഓക്കെ, then KSP യുടെ ഇക്വേഷൻ ഇതാണ്. KSP solubility product is equal to concentration of Mg2+ into concentration of OH- all square. ഇക്വേഷൻ കിട്ടുന്ന. സോ നമുക്കറിയാം Mg2+ ന്റെ കോൺസെൻട്രേഷൻ S ഉം ഇയാളുടെ കോൺസെൻട്രേഷൻ 2S ഉം ആണ്. സോ അതിന്റെ സ്ക്വയർ ഉണ്ട്. ദ ആൻസർ 4 × S³ എന്ന് കിട്ടും KSP.
So S ന്റെ value എന്താ? Here S is equal to 1.5 into 10 raised to minus 4 ആണ്. So നമ്മൾ ആൻസറിലേക്ക് നമ്മൾ കടക്കുകയാണ്. That is 4 into 1.5 into 10 raised to minus 4 all cube എന്നാണ് ആൻസർ കിട്ടുക. So 1.5 ന്റെ ക്യൂബ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഏകദേശം 13.5 into 10 raised to minus 12 എന്നായിരിക്കും. That's equal to 1.35 into 10 raised to minus 11. So ആദ്യം നമ്മൾ ഇക്വേഷൻ ഇതുപോലെ എഴുതാം. ഇതുപോലെ ഇക്വേഷൻ എഴുതാം. ആ ഇക്വേഷനിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എസ് ആണ്. അപ്പൊ നമ്മുടെ ആ സൈഡിലും എസും അതേപോലെ നമ്പർ മോൾസിനും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. മോളാർ കോൺസെൻട്രേഷൻ ആക്കി മാറ്റാം. എന്നിട്ട് KSPന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ പ്രൊഡക്റ്റിന്റെ മാത്രം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇതിന് എക്സ്പ്രഷൻ ചെയ്താം. എന്നിട്ട് നമുക്ക് നേരത്തെ ഇത് എസ്ഒ 2SO 3SO ഒക്കെ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, എസിന്റെ വാല്യൂസ് കൊടുക്കുക. തിരിച്ചും ചോദിക്കാം KSP എന്നിട്ട് എസും ചോദിക്കാറുണ്ട്. അപ്പം KSPന്റെ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുക, ഇത് ഇക്വേറ്റ് ചെയ്യുക, ഇതിന് എസ് കണ്ടുപിടിക്കുക. ക്ലിയർ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇക്വിലിബ്രിയം. സെറ്റ് ആണ്. നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു. മൂന്നാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ് മക്കളെ. ബാലൻസിംഗ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ 2 മാർക്കിന്റെ വേറെ ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ 3 മാർക്ക് എവിടെ നിന്നാണ്? ബാലൻസിംഗ് എന്നാണ് വരുന്നത്. സോ ബാലൻസിംഗ് പഠിക്കൽ നിർബന്ധമാണ്. റെഡി? സോ ലിസൺ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ KMnO4. മക്കളെ KMnO4 എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് പൊട്ടാസിന്റെ ചാർജ് +1 ആണ്. ഒരു ഓക്സിജന്റെ ചാർജ് -2 ആണ്. ടോട്ടൽ 4 ഉണ്ടാകുമ്പോൾ -8 ആണ്. സോ +1 പ്ലസ് മാംഗനീസ് -8 = ടോട്ടൽ ചാർജ് 0. സോ മാംഗനീസിന്റെ ചാർജ് എത്ര കിട്ടുക? 8 - 1 is equal to +7. So the answer C. C is the answer. +7. അത് ഓപ്ഷൻ മാറിപ്പോയതാണ്. Okay. So 7 is the answer. So 7. സെറ്റ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് അടുക്കുന്നു. The oxidation number of oxygen in superoxide. സൂപ്പർ ഓക്സൈഡ് ആണെങ്കിൽ -1/2 ആണ്. മക്കളെ കേട്ടോ, ഓക്സിജൻ ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് O2 മൈനസ് ആണ്. സോ -2. പെറോക്സൈഡിൽ -1. സൂപ്പർ ഓക്സൈഡ് -1/2. പഠിക്കട്ടോ. The oxidation number of an atom in elementary form. Elementary form എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ആണ്. അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ. അതുപോലെ ഹൈഡ്രജൻ പ്ലസ് വരും നോൺ മെറ്റൽസിന്റെ കൂടെ. ഓക്കെ. അതേപോലെ ഹൈഡ്രജൻ -1 വരും ആരുടെ കൂടെ? മെറ്റൽസിന്റെ കൂടെ. ഇതിന്റെ എക്സാമ്പിൾ ആണ് സോഡിയം ഹൈഡ്രൈഡ്. ഇതിന്റെ എക്സാമ്പിൾ ആണ് HCl. H+Cl-, Na+H-. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, പവർ ആണ്. ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കുന്നു. ഡിഫൈൻ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ഇലക്ട്രോണിക് കൺസെപ്റ്റിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നു ലോസ് ഓർ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. അങ്ങനെയാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗെയിൻ ഓർ അക്സെപ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്ന പ്രോസസ് ഓക്സിഡേഷൻ, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്ന പ്രോസസ് റിഡക്ഷൻ. അതേപോലെ നമ്മൾ ഇതാണ് ഇലക്ട്രോണിക് കൺസെപ്റ്റ്. ഇനി ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ഉണ്ട്. ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പറും റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് എലമെന്റ്സ്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ് ഓക്സിഡേഷനും ഓക്സിഡേഷൻ നമ്പർ ചാർജ് കുറയുന്ന പ്രോസസ് റിഡക്ഷനുമാണ്. നമ്മുടെ ഇലക്ട്രോണിക് കൺസെപ്റ്റില് ഇലക്ട്രോണെ കൊടുക്കലാണ് എന്ത്? ഓക്സിഡേഷൻ. ഇലക്ട്രോണെ വാങ്ങലാണ് എന്ത്? റിഡക്ഷൻ. പവർ. സെറ്റ് ആണ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദ ഫോളോയിങ് ഇൻ സ്റ്റോക്ക് നൊട്ടേഷൻ. വളരെ സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. ആദ്യം മെറ്റൽസിന്റെ എന്ത് ചെയ്യാം? ചാർജ് കണ്ടുപിടിക്കാം. ഓക്സിജൻ -2, സോ മാംഗനീസ് +2. ഓക്സിജന്റെ ചാർജ് -2 ആണ്, മാംഗനീസിന്റെ ചാർജ് +2 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? Mn2O. Mn2O എന്നാണ് കിട്ടുക. ഓക്കെ, ഇത്രേ ഉള്ളൂ. ചാർജ് കണ്ടുപിടിച്ചു. നമ്മളെ മെറ്റലിന്റെ ആ ഒരു നമ്മൾ എന്ത് ചെയ്യുക? കോമ്പൗണ്ടിന്റെ ഫോർമുല എഴുതി തുടങ്ങാം. എവിടെയാണോ മെറ്റൽ വരുന്നത് അവിടെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ചാർജ് കൂടി കൊടുക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് സ്റ്റോക്ക് നൊട്ടേഷൻ. ഇവിടെ നമ്മൾ ക്ലോറിൻ 1 -1 ആണ്. അപ്പൊ 4 ക്ലോറിൻ -4 1 +1. സോ ഇത് +3 എന്നാണ് കിട്ടുക. ഓക്കെ, സോ ഇതിന്റെ ഫോർമുല എങ്ങനെ ഇതാ? HAU3Cl4. ഓക്കെ, റെഡിയാണ്. നേരത്തെ നമ്മൾ KMnO4 ചെയ്തില്ലേ? KMnO4 ഇത് +7 അല്ലേ? അപ്പൊ എന്താ കൊടുക്കുക? KMnO4. സെറ്റ് ആണ്. ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുന്നു.
consider the following reaction. Zn plus 2HCl gives ZnCl2 plus H2. Identify the oxidizing agent. Oxidizing agent എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ substance undergo reduction ആണ്, and reducing agent substance undergo oxidation. നമ്മുടെ equation ഇതാണ്. Zn plus 2HCl gives ZnCl2 plus H2. ചാർജ് കൊടുക്കുക, സിങ്കിന് ചാർജ് ഇല്ല, H പ്ലസും Cl മൈനസും. Zn2 പ്ലസും Cl മൈനസും ചാർജ് ഇല്ല. മക്കളെ നോക്കിക്കോ, ചാർജ് ഓഫ് സിങ്ക് കൂടി, സോ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ചാർജ് ഓഫ് ഹൈഡ്രജൻ കുറഞ്ഞു, ദാറ്റ് ഈസ് റിഡക്ഷൻ. സോ നമ്മൾ പറഞ്ഞു ഓക്സിഡേഷൻ സംഭവിച്ച ആള് റെഡ്യൂസിങ് ഏജന്റ്. സോ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ സംഭവിച്ച ആളാണ്, അതാരാ? ഓക്സിഡേഷൻ സംഭവിച്ച ആള് സിങ്ക്. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ സംഭവിച്ച ആളാണ്, അതാരാണ്? HCl. സോ 2 മാർക്ക് കിട്ടി. സോ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആള് റെഡ്യൂസിങ് ഏജന്റും, റിഡക്ഷൻ സംഭവിക്കുന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റും ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുക, ഇലക്ട്രോണെ കൊടുക്കുക. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് കുറയുക, ഇലക്ട്രോണെ വാങ്ങുക. സെറ്റല്ലേ? സെറ്റല്ലേ? ജസ്റ്റ് സെറ്റ് ആണ് സാറേ, പിന്നെ അല്ലാതെ റെഡിയാണ്. Then what are disproportionate reaction? Very important ആണ്, very important ആണ്, very important ആണ്. ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെന്റിന് തന്നെ ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത്തരം റിയാക്ഷൻ എന്താ വിളിക്കുക? ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിയാക്ഷൻ. മക്കളെ വായിക്കടാ, വായിക്കടാ, വായിക്കടാ. It is a redox reaction in which an element in a compound undergo oxidation and reduction simultaneously. Our species simultaneously undergo oxidation and reduction. Set ആണ്, set ആണ്, set ആണ്, റെഡിയാണ്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ, എക്സാമ്പിൾ ആണ്, പഠിച്ചു നോക്കുക. Then check whether the reaction 2H2O2 gives 2H2O plus O2 is a disproportionate reaction. എങ്ങനെ ചെക്ക് ചെയ്യാം? വളരെ സിമ്പിൾ. ഇക്വേഷൻ എഴുതാണേ. 2H2O plus O2 ചാർജ് കൊടുക്കുക. ഇത് പെറോക്സൈഡാ. പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ ചാർജ് -1, ഹൈഡ്രജൻ ചാർജ് +1. ഇവിടെ +1, H2O ഇയാള് -2 ആണ്, ഓക്സൈഡാ. അതേപോലെ ഇയാൾ 0 ആണ്. സോ ഇവിടെ ശ്രദ്ധിച്ചോ, ഓക്സിജന്റെ ചാർജ് -2 ആയിട്ട് മാറി, ഓക്സിജന്റെ ചാർജ് 0 ആയിട്ട് മാറി. സോ ഓക്സിജൻ സൈമൾട്ടേനിയസ്ലി അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. സോ ദിസ് ഈസ് നോൺ ആസ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഇതാണ് എന്ത് വിളിക്കുക? ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. സെറ്റാണ്, സെറ്റാണ്. നമ്മൾ പഠിച്ചിരിക്കും, ഇംപ്രൂവ്മെന്റ് നമ്മൾ തകർത്തിരിക്കും അല്ലെ? സെറ്റാണ്. ഇത് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. ഞാൻ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്? പ്രെഡിക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഈ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ബാലൻസ് ഫോളോ റിയാക്ഷൻ ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിലാണ് നമ്മൾ ഇത് ബാലൻസ് ചെയ്യേണ്ടത്, H+. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ എഴുതാനുള്ള. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്തവരെ ബാലൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ 2 ക്രോമിയം ഉണ്ട്, ഇവിടെ 1 ക്രോമിയം ഉള്ളു. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ പോവാണ്. സോ Fe2 plus Cr2O7 2- gives Fe3 plus 2Cr3 plus. ഇത് പഠിച്ചോ, ഇത് എക്സാമിന് വരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ചെയ്തത് ബാലൻസ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അടുത്ത സ്റ്റെപ്പിൽ എല്ലാവർക്കും ചാർജ് കൊടുക്കാണ്. സോ ഇവിടെ Fe2+ ചാർജ് ഉണ്ട്, Fe2+ ചാർജ് ഉണ്ട്, Fe3+ Cr3+ ഇയാൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ O7 എന്ന് പറയുമ്പോൾ -14 അല്ലെ? O7 എന്ന് പറഞ്ഞാൽ Cr2O7 ആണ്. സോ -14 ആണ്. അപ്പൊ ഇവിടെ 2x ആണ്. സോ 2x -14 is equal to -2 ചാർജ് ഉണ്ട്. സോ x is equal to +7 എന്നാണ് കിട്ടുക. x is equal to +6. ഓക്കെ, സോ ഇത് ചാർജ് എന്തായിരിക്കും? +6 ചാർജ് ആയിരിക്കും. അതായത് ഓക്സിജന്റെ ചാർജ്, ടോട്ടൽ ചാർജ് -14, പുറത്തൊരു -2 ഉണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ എഫക്റ്റ് -12 ആണ്. അപ്പൊ 2x is equal to +12, x is equal to +6 ആണ്. ഇനി നമ്മൾ ഇംഗ്ലീഷിന്റെ ഇക്വേഷൻ മനസ്സിലാക്കാം. ഇവിടെ +6 എന്നുള്ള ചാർജ് എന്തായി? +3 ആയി. അതേപോലെ ഇവിടെ എന്താ? +2 എന്തായി മാറി? +3 ആയിട്ട് മാറി. സോ ഇവിടെ എന്താ? ഇൻക്രീസ് ബൈ 1 ആണ്. ഇവിടത്തത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഒരു സാധനം ചെയ്ത് കാണിച്ചു തരാം. 2 × +6 അല്ലെ? 2 ക്രോമിയം ഉണ്ട്. -2 × +3 എന്ന് പറഞ്ഞാൽ 12 - 6 = 6. സോ ഡിക്രീസ് ബൈ 6 ആണ്. സോ ഇൻക്രീസ് ബൈ 1 ഡിക്രീസ് ബൈ 6 ആണ്. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ്. ഇൻക്രീസും ഡിക്രീസും എന്താക്കുക? ഈക്വൽ ആക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഇത്രേ ഉള്ളൂ. 1ന്റെ ടേംസിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 6Fe2+ Cr2O7 2- gives 6Fe3+ 2Cr3+. Okay, so equalize, increase and decrease in oxidation number.
ഓക്കെ, ഇനി നമ്മൾ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. സോ റിയാക്റ്റന്റ് സൈഡിലെ ചാർജും പ്രൊഡക്റ്റ് സൈഡിലെ ചാർജും. റിയാക്റ്റന്റ് സൈഡിൽ 12 പ്ലസും അതേപോലെ 2 മൈനസും, ടോട്ടൽ 10 പ്ലസ്. പ്രൊഡക്റ്റ് സൈഡിൽ 18 പ്ലസ് പ്ലസ് 6 പ്ലസ്, ടോട്ടൽ 24 പ്ലസ്. അസിഡിക് മീഡിയം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് 14H പ്ലസ്, കാരണം എന്നാൽ അവിടെ 24 പ്ലസ് വരുള്ളൂ ഇൻ റിയാക്റ്റന്റ് സൈഡ്. റിയാക്റ്റന്റ് സൈഡിൽ എന്ത് ചെയ്യുക, 14H പ്ലസ് ആഡ് ചെയ്യുക. അപ്പൊ എന്താ കിട്ടുക, 6Fe2 പ്ലസ് പ്ലസ് Cr2O7 2 മൈനസ് പ്ലസ് 14H plus gives 6Fe3 plus plus 2Cr3 plus. സെറ്റ് ആണ് കേട്ടോ, റെഡിയാണ്. ഇനി പ്രത്യേകം കേട്ടോ, നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്തു, ഇത് എക്സ്ട്രാ ആഡ് ചെയ്താണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഹൈഡ്രജൻ എക്സ്ട്രാ വന്നു അല്ലെ, അപ്പൊ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. അപ്പോ 2 ഹൈഡ്രജന് ഒരു വാട്ടറിന് ആഡ് ചെയ്യാം. 14 ഹൈഡ്രജൻ ഉണ്ട് ഈ സൈഡിൽ, ഇവിടെ ഹൈഡ്രജൻസ് ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, 7 വാട്ടർ പ്രൊഡക്റ്റ് സൈഡിൽ ആഡ് ചെയ്യാം. Okay, so final step 6Fe2 plus plus Cr2O7 2 minus plus 14H plus gives 6Fe3 plus plus 2Cr3 plus plus 7H2O. അപ്പം ബാലൻസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇക്വേഷൻ ചെയ്താ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്തവരെ ബാലൻസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, എല്ലാവർക്കും ചാർജ് കൊടുത്തു, ഓക്സിഡേഷനും റിഡക്ഷനും മനസ്സിലാക്കി, അവരെ ഇൻക്രീസും ഡിക്രീസും മനസ്സിലാക്കി. ആ ഇൻക്രീസും ഡിക്രീസും നമ്മൾ എന്ത് ചെയ്തു, ഈക്വലൈസ് ചെയ്തു. അതിനുശേഷം ടോട്ടൽ ചാർജ് റിയാക്റ്റന്റ് സൈഡിൽ പ്രൊഡക്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്യാൻ വേണ്ടി അസിഡ് മീഡിയത്തിൽ H പ്ലസും ബേസിക് മീഡിയത്തിൽ OH മൈനസും ആഡ് ചെയ്യാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വാട്ടർ അല്ലെങ്കിൽ ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈക്വൽ നമ്പർ ഓഫ് വാട്ടർ ആഡ് കൊടുക്കുക. അത്രയും ചെയ്യുന്നു. സോ ഈ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് പഠിച്ചോ. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാണ് ഇത് നിങ്ങളെ പബ്ലിക് എക്സാമിന് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഉണ്ടായി കഴിഞ്ഞാൽ മക്കൾക്ക് എഴുതാൻ പറ്റണം. ഈ ഒരു 4 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. റെഡി, നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ബാലൻസ് ഇക്വേഷൻ ഫോർ ദി റിയാക്ഷൻ യൂസിങ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. സോ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ 2 മെത്തേഡ് ഉണ്ട്. നേരത്തെ ഇതെന്താണ്, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണ് കേട്ടോ. ഇതെന്താ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. ഇതാണ് സിമ്പിൾ മെത്തേഡ്. അടുത്തത് ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ്. ഓക്കെ, സോ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരിപാടി എന്ന് വെച്ചാൽ ഇക്വേഷൻ ചെയ്താൽ എല്ലാവർക്കും ചാർജ് കൊടുക്കുക, ഓക്സിഡേഷൻ ഹാഫ് ആയിട്ടും റിഡക്ഷൻ ഹാഫ് ആയിട്ടും മാറുക. എന്നിട്ട് ബാക്കി സ്റ്റെപ്പുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ MnO4 മൈനസ് പ്ലസ് I മൈനസ് gives MnO2 പ്ലസ് I2. എല്ലാവർക്കും ചാർജ് കൊടുക്കാണ്. MnO4 മൈനസ് എന്ന് പറയുമ്പോൾ ഓക്സിജന്റെ ടോട്ടൽ ചാർജ് -8. സോ ഇയാളുടെ ചാർജും ഈ ചാർജും കൂട്ടം -1 ഇടണം. അപ്പൊ ഇവിടെ എത്ര ആയിരിക്കും, +7 ആയിരിക്കും. അതേപോലെ ഇവിടെ ചാർജ് ഉണ്ട്, ഇവിടെ ടോട്ടൽ ചാർജ് -4, ഇവിടെ +4 ആയിരിക്കും. സോ I2ന്റെ ചാർജ് 0. Okay, so +7 become +4. This is reduction. And -1 become 0, oxidation. ഇപ്പൊ 2 ഹാഫ് ആക്കി മാറ്റാൻ പോവാണ്. സോ ആദ്യം നമുക്ക് ഓക്സിഡേഷൻ ഹാഫ് കൊടുക്കാം. ഓക്സിഡേഷൻ ഹാഫ് നമുക്ക് ആദ്യം കൊടുക്കാം. സോ എന്റെ ഓക്സിഡേഷൻ ഹാഫ് ശ്രദ്ധിക്കാം, I മൈനസ് ഗിവ്സ് I2. തീർന്നു. ഇത് ഓക്സിഡേഷൻ. ഇനി നമ്മുടെ റിഡക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. റിഡക്ഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നു, MnO4 മൈനസ് ഗിവ്സ് MnO2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്തവരെ ബാലൻസ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക, അവിടെ ഒരു ഐഡിന് എളുപ്പത്തിൽ 2 ഐഡി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ 2I മൈനസ് ഗിവ്സ് I2. ഇവിടെയോ ഓക്സിജൻ അതുപോലെ ബാലൻസ്ഡ് ആണ്. സോ MnO4 മൈനസ് ഗിവ്സ് MnO2. ഇനി ഓക്സിജനും ഹൈഡ്രജനും ബാലൻസ് ചെയ്യാം. ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഓക്സിജനും ഹൈഡ്രജനും ഇല്ല. പക്ഷെ ഇവിടെ റിയാക്റ്റന്റ് സൈഡും പ്രൊഡക്റ്റ് സൈഡും, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. സോ ഇത് നമ്മൾ ചെയ്യുന്നത് ആസിഡിക് മീഡിയത്തിലാണെന്ന് വിചാരിക്കാം. എവിടെയാണ്, ആസിഡിക് മീഡിയം. സോ ആസിഡിക് മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യാം. ഇപ്പൊ 2 ഓക്സിജൻ കുറവാണ്, അപ്പൊ 2 വാട്ടർ ഇപ്പുറത്തെ സൈഡിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, MnO4 മൈനസ് ഗിവ്സ് MnO2 പ്ലസ് 2H2O. അപ്പൊ പ്രശ്നമായി. ഇവിടെ എന്താ, 4 ഹൈഡ്രജൻസ് വന്നു അല്ലെ. ഇപ്പുറത്ത് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണം. സോ അടുത്ത സ്റ്റെപ്പിൽ MnO4 മൈനസ് അസിഡ് മീഡിയം അതുകൊണ്ട് 4H പ്ലസ് ഗിവ്സ് MnO2 പ്ലസ് 2H2O. അപ്പം ഹൈഡ്രജനും ബാലൻസ്ഡ് ആയി, ഓക്സിജനും ബാലൻസ്ഡ് ആയിട്ടുണ്ട് അല്ലെ. MN ഓക്കെയാണ്, 4H പ്ലസ് 4H പ്ലസ് അതുപോലെ ഓക്സിജനും എന്തായിട്ടുണ്ട്, ബാലൻസ്ഡ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചാർജ് ബാലൻസ് ചെയ്യുന്നു ബൈ യൂസിങ് ഇലക്ട്രോൺസ്. ഇവിടുത്തെ ടോട്ടൽ ചാർജ് നമ്മൾ റിയാക്റ്റന്റ് സൈഡിൽ 2 മൈനസ് ആണ്, ഇവിടെ 0 ചാർജ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, +2 ഇലക്ട്രോൺ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് സൈഡിൽ ആഡ് ചെയ്യുക. സോ 2I മൈനസ് ഗിവ്സ് I2 പ്ലസ് 2 ഇലക്ട്രോൺ. അതേപോലെ
ഇവിടെ നമുക്കറിയാം റിയാക്റ്റൻസ് സൈഡും പ്രൊഡക്റ്റ് സൈഡിലും ടോട്ടൽ ചാർജ് -1ഉം 4+ഉം എത്ര ഉണ്ടാവുക +3. ഇവിടെ 0 ആണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 ഇലക്ട്രോൺസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക റിയാക്റ്റൻസ് സൈഡിൽ. അപ്പൊ +3 -3 0 ആയിട്ട് പോകും. സോ നോക്കിക്കോ, MnO4 - 4H++ 3 electron gives MnO2 + 2H2. ഇനി ഓക്കെ, ഈ 2 ഇലക്ട്രോൺസും ഈ 3 ഇലക്ട്രോൺസും സെയിം ആക്കണം. ഈ 2 ഇലക്ട്രോൺസും ഈ 3 ഇലക്ട്രോൺസും എന്താക്കണം, സെയിം ആക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി കണ്ടു നിങ്ങൾ. ദാറ്റ് ഈസ് നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, I2 gives yes 2i minus gives I2 + 2 ഇലക്ട്രോൺ അല്ലെ. ഈ ഇക്വേഷൻ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതേപോലെ ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ ഇവിടെ കിട്ടുക, മക്കളെ നോക്കിക്കോട്ടോ, നോക്കിക്കോ. ദാറ്റ് ഈസ് ലിസൺ, 2i minus gives I2 + 2 ഇലക്ട്രോൺ. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6i minus gives 3I2 + 6 ഇലക്ട്രോൺ. അതേപോലെ നമ്മുടെ MnO4 - 4H++ 3 ഇലക്ട്രോൺ gives MnO2 + 2H2O. ഇത് നമ്മൾ എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 2MnO4 - 8H++ 6 ഇലക്ട്രോൺ gives 2MnO2 + 4H2O. ഇനി ഈ 2 ഇക്വേഷനും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ആഡിന്റെ സമയത്ത് നമുക്ക് എന്താണ് നോക്കിക്കോട്ടോ, 6 ഇലക്ട്രോണും 6 ഇലക്ട്രോണും കട്ടായി പോകും. ബാക്കിയുള്ള അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2MnO4 - 6i - + 8H+ gives 2MnO2 + 3I2 + 4H2O. So the equation is balanced. Okay, so മക്കളെ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മൾ എല്ലാവർക്കും ചാർജ് കൊടുത്തു, ഇക്വേഷനിൽ ചാർജ് കൊടുത്തു, ഓക്സിഡേഷനും റിഡക്ഷനും വേറെ വേറെ ഹാഫ് ആക്കി. അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്തവരെ ബാലൻസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്തു, അപ്പൊ ഹൈഡ്രജൻ കൂടി. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ ആഡ് ചെയ്യുക നമ്മുടെ അസിഡിക് മീഡിയത്തിൽ. ബേസിക് മീഡിയത്തിലാണെങ്കിലും ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ H+ ആഡ് ചെയ്യും. എന്നിട്ടോ റിയാക്റ്റൻസ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും അതേ നമ്പർ ഓഫ്, അതായത് ഒരു H+ ആഡ് ചെയ്താൽ ഓരോ OH- എന്ത് ചെയ്യുക, 2 സൈഡിലും ആഡ് ചെയ്യുക. 2 H+ ആണെങ്കിൽ 2 OH- എന്ത് ചെയ്യുക, 2 സൈഡിലും ആഡ് ചെയ്യുക. ഓക്കെ, അത്ര ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസിനോട് ബാലൻസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ഇക്വേഷനിലും ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ത് ചെയ്യുക, സെയിം ആക്കുക. 2 ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മക്കളെ കൃത്യമായിട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, കോൺഫിഡൻസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. സോ ആ കോൺഫിഡൻസോട് കൂടി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ഡബിൾ പാസ് സീരീസ് ആണെങ്കിൽ നമ്മൾ ഡബിൾ പാസ് എന്ന് പറയുമ്പോൾ 40 മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾ അതിനേക്കാൾ ഉപരി ടാർഗറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതെങ്കിലും കിട്ടും. വർക്ക്ഔട്ട് ചെയ്യാം. 2 ദിവസം ഉണ്ട്. അപ്പൊ 2 ദിവസം അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. എടാ, നമ്മുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തിരിക്കണം. ആ ഒരു ഫീല് നിങ്ങൾക്ക് കൊണ്ടുവരുന്നുള്ളതാണ്. ആവശ്യം നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെടാനും എത്ര നേരം ഇരുന്ന് പഠിക്കാനും എന്ത് കാര്യങ്ങൾ ചെയ്യാമെന്നതായിരിക്കും നിങ്ങൾ തയ്യാറായിരിക്കും. സോ ആവശ്യം എന്റേതാണെന്നുള്ള ആ ഒരു ചിന്തയാണ് മനുഷ്യനെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യം എന്താ, നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാം, കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ എന്നുള്ളതാണ് ആവശ്യം. മനസ്സിലാക്കുക, അതിന് വേണ്ടി ചെയ്യുക. പറ്റട്ടെന്ന് ആശംസിക്കാണ്. ഒരൊറ്റ കാര്യം കൂടെ, എൻ്റെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്, 112 എന്ന് പറയുന്ന എലമെന്റിന്റെ IUPAC നെയിം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. IUPAC നെയിം ഒന്ന് കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സോ ഈസ് ഇറ്റ് യൂസ്ഫുൾ, അതുകൂടി അവിടെ എഴുതി വെച്ചേക്കാം. ഈസ് ഇറ്റ് യൂസ്ഫുൾ. ഓക്കെ, സോ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സ് അവിടെ ഏറ്റെടുക്കുക. പിന്നെ നല്ല വൃത്തിക്ക് പഠിക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ബട്ടൺ ഇനിയും പ്രസ് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീണ്ടും പറയുന്നു, കമന്റ് ബോക്സിൽ നല്ല ഒരു ഉത്സവം തന്നെ ആയിക്കോട്ടെ. സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ. സോ ഇറ്റ്സ് മീ ജസീൽ സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ ബൈ.